കരച്ചിലെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉരുളിക്കണക്കിന് ഞാൻ 10-13 വർഷം കരഞ്ഞു കാണും രാവും പകലും. അവസാനം അച്ഛൻ ചോദിച്ചു, നീ ഒന്ന് കരച്ചിൽ നിർത്താമോ എന്ന്. നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നിശ്ചയങ്ങളും നമ്മുടെ വഴി ശരിക്കറിയാമെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങ് തെറിച്ചങ്ങ് പോവുകയുള്ളൂ, സ്വയം തെറിച്ചോളും. എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് ഞാനൊരു മൂലക്കറി ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തലേ തുണിയും കൂടി ഇട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഒന്നും പറ്റില്ല, ഞാനവിടെ കരഞ്ഞുകൊണ്ടിരിക്കും, ബാക്കി ലോകം പോയിക്കൊണ്ടിരിക്കും. ഓരോരുത്തർ എന്തിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് എന്ന് എനിക്ക് പറ്റും. മാർക്കറ്റ് അറിയുക എന്നുള്ളത് തന്നെ ഉത്തരം. Why are you tense like this? Because ഇവിടെ കുറുമ്പ് ചെയ്ത 4 സ്റ്റാഫിനെ ആയിരിക്കും പിടിച്ചിരിക്കുന്നത്. 4 പെണ്ണുങ്ങളുടെ മേത്ത് തോണ്ടുക, കസ്റ്റമേഴ്സിനെ തോണ്ടുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ മുന്നിൽ വന്നാൽ നല്ലത് ഞാൻ പറയും. കസ്റ്റമറിനെ എവിടെ വെച്ച് കണ്ടാലും എനിക്കറിയാം എന്താ അവർക്ക് വേണ്ടിയത്, അവരെന്ത് മിസ് ചെയ്യുന്നു, അവർക്ക് എന്തായിരിക്കും അവർ മനസ്സിലുള്ളത്. കട്ടുമെട്ടും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഫാഷൻ ലോകത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടെ കൂട്ടുക എന്നൊരു ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു മോഡലിനെ, ഈഷ എന്ന AI മോഡലിനെ നമ്മൾ അവതരിപ്പിച്ച് എടുത്തത്. 2 മാസമായി ഈഷ ഇന്ന് ശീമാട്ടിയുടെ മുഖമുദ്രയായി മാറിയിട്ടുണ്ട്. പട്ടിൻ്റെ രാജ്ഞി, മലയാളികൾ നെഞ്ചിലേറ്റിയ മുഖം, ഇന്ത്യൻ വ്യവസായ രംഗത്ത് പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വം, ശീമാട്ടിയുടെ അമരക്കാരി ശ്രീമതി ബീനാക്കണ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം മാഡം. നമസ്കാരം. ഇപ്പോൾ ശീമാട്ടിയെ സംബന്ധിച്ച് ഒരു പുതിയ വിശേഷമാണ് AI സാങ്കേതികവിദ്യയിലൂടെ ഒരു പുതിയ ഫാഷൻ ബ്രാൻഡ് അംബാസിഡറെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് അതിന് പിന്നിലുള്ള ഒരു പ്രചോദനം? എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ലോകം മുഴുവൻ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് യൂസ് ചെയ്ത് വരുന്നത്. AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കൂടെ തന്നെ AI ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സെൽഫോണിൻ്റെ ആപ്പിൽ തന്നെ ഇപ്പോൾ AI മെറ്റ അത് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽ സർജറിക്ക് തൊട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ സാധനങ്ങൾ ഫിക്സ് ചെയ്യാൻ, ഇനി ഒരു ഉത്തരങ്ങൾ പറയാൻ, ബയോളജിക്കൽ ഉത്തരങ്ങൾ പറയാൻ, മെഡിക്കൽ ഉത്തരങ്ങൾ പറയാൻ, ഇതിനെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇന്ന് നമ്മൾ ദൈനംദിനം അഭിമുഖീകരിച്ച് വരുന്നത്. നമ്മളോട് ഉത്തരം പറയുന്നതും പലയിടത്തും നമ്മുടെ ഫോൺ കോളുകൾ ആൻസർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിനുള്ള നമ്മുടെ സംശയത്തിന് ദൂരീകരണത്തിനൊക്കെ സഹായിക്കുന്നതും ഈ AI ആണ്. സോ നമ്മുടെ കൂടെ നിത്യ ജീവിതത്തിൽ ഇന്ന് AI ഒരു പാർട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ AI എങ്ങനെ ഫാഷനുമായിട്ട് ബന്ധിപ്പിക്കാം എന്നുള്ളതും ആലോചിച്ച് വരികയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഫാഷൻ ലോകത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടെ കൂട്ടുക എന്നൊരു ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു മോഡലിനെ, ഈഷ എന്ന AI മോഡലിനെ നമ്മൾ അവതരിപ്പിച്ച് എടുത്തത്. 2 മാസമായി ഈഷ ഇന്ന് ശീമാട്ടിയുടെ മുഖമുദ്രയായി മാറിയിട്ടുണ്ട്. ശീമാട്ടിയുടെ എല്ലാ ഫങ്ഷനും ഇന്ന് അവളെ കൊണ്ട് ചെയ്യാനും ചെയ്യിപ്പിക്കാനും പറ്റുമോ എന്നുള്ള ഒരു പഠനത്തിലാണ് ഞങ്ങൾ. സോ ഇങ്ങനെ എല്ലാ രീതിക്കിലും AI ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫാഷനിലും നമ്മൾ മുന്നോട്ട് പോയിക്കൂടാ, എങ്ങനെ ഒരു ഇൻഫ്ലുവൻസറിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടി ഉണ്ടാക്കിയെടുത്തുകൂടാ എന്നുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചിന്തയാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. എപ്പോഴും ഏതിനും മുൻപന്തിയിൽ ഓടാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ശീമാട്ടി എക്കാലവും മുൻപന്തിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായി എന്തെങ്കിലും ചെയ്യാം, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എന്ന് വരുമ്പോൾ ഇപ്പോൾ AI കൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് ഡീറ്റെയിൽസും ലോജിസ്റ്റിക് ഡീറ്റെയിൽസും വരെ എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ഫേസിൽ AI കൊണ്ടുവന്ന് കൂടാ എന്നുള്ള ഞങ്ങളുടെ ചിന്തയാണ് ഇന്ന് ഈഷയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈഷ എന്ന മോഡല് ഇന്ന് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ആദ്യമായി ഫാഷൻ ഇൻഡസ്ട്രിയിൽ ആദ്യമായി ഒരു ബ്രാൻഡ് അംബാസിഡറായി ഒരു AI മോഡൽ ഈഷ ഇന്ന് വന്നു ചേർന്നിട്ടുണ്ട്. അതിന് വളരെയധികം കൃതാർത്ഥത ഇന്ന് ശീമാട്ടിക്കും ഇതിലേക്ക് വർക്ക് ചെയ്ത ഗ്രൂപ്പിനും VBP ഗ്രൂപ്പിനും എൻ്റെ സൈഡിൽ നിന്നുണ്ട്. വി ആർ ഓൾ ടുഗെദർ വർക്കിംഗ് ടുവേർഡ്സ് ഈഷ. ഇന്ത്യൻ ഫാഷൻ ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ AI മോഡലാണ് ഈഷ. ഈഷയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, ഒന്ന് പറയാമോ മാം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ
സാക്ഷാത്കരിച്ചെടുത്തിരിക്കുന്ന ഒരു നിർമ്മിതമായ ഒരു മോഡലാണ് ഈശ. ഈശ എന്നത് നമ്മുടെ ഭാവനയിലുള്ള ഒരു മോഡലാണ്. സോ ഈശയെ ഞങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ചുണക്കുട്ടിയായിട്ടാണ്, ഒരു സെൽഫ് റിലയൻ്റ് കുട്ടിയായിട്ടാണ്, യാത്രയെ ഇഷ്ടപ്പെടുന്ന, നിറങ്ങളെ ഇഷ്ടപ്പെടുന്ന, വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന, സ്വയം സമ്പാദിക്കുന്ന ഒരു കുട്ടിയാണ് ഈശ. ഈ ചുണക്കുട്ടിയെ എങ്ങനെ നമ്മുടെ സമൂഹം സ്വീകരിക്കുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. ആദ്യമായാണ് ഇന്ത്യയിലും കേരളത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഒരു മോഡലിനെ, ഒരു ഇൻഫ്ലുവൻസറിനെ നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശയെ കൊണ്ട് വേണം നമ്മൾ നാളെ ഇൻഡസ്ട്രിയിലെ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ. ഇന്ന് ഈശ ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുക. ഈ സാങ്കേതികത കൊണ്ട് പലരും ഇൻഡസ്ട്രിയിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കുമ്പോൾ ഫാഷനും സാങ്കേതികതയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു പാലം നിർമ്മിച്ചെടുക്കുകയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഒരു വലിയ ടീമുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു രൂപകൽപ്പനയാണ്. സോ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഫാഷനുമായിട്ട് സംയോജിപ്പിച്ച് അതിനൊരു മുഖം എങ്ങനെ കൊടുക്കാം, അത് വെറും ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാതെ അതിനെ ഫോർഫ്രണ്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അങ്ങനെയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഈശ എന്ന മോഡലിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് വളരെയധികം നൂതനമായ അനുഭവങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ ആവശ്യവും ആഗ്രഹവും. സോ ഇന്ത്യയിൽ ആദ്യമായാണ് ഇത് വന്നിരിക്കുന്നത്, അതും കേരളത്തിലും ആദ്യമായാണ്. സോ ലോകത്തിലെ ആദ്യമായി തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഒരു മോഡലിനെ ഉണ്ടാക്കിയെടുത്ത ഒരു ക്രെഡിറ്റ് ഇന്ന് കൊച്ചു കേരളത്തിലുള്ള ഷീമാട്ടി എന്ന സ്ഥാപനത്തിലാണ് ഉള്ളത്. ഇതിലേക്ക് എത്തിച്ചേർന്നതിന് അതിയായ സന്തോഷമുണ്ട്. ഈ ടീമിനോടും എൻ്റെ അതിയായ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. സോ ഇങ്ങനെ ഈ മോഡല് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങളുടെ പ്രോഡക്ട്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ ഫാഷനെ പുതിയ രീതിയിൽ ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോയി അവതരിപ്പിക്കാനും ഈശയ്ക്ക് സാധിക്കും. ഒരു ഫാഷൻ ബ്രാൻഡിനോട് കൂടി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ മോഡല് ഒരുമിച്ച് നിന്ന് എങ്ങനെ വർക്ക് ചെയ്യാമെന്നും കസ്റ്റമേഴ്സിന് ഇത് എങ്ങനെ യൂസ് ആകുമെന്നും ഉള്ള ഒരു പരീക്ഷണമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് തീർച്ചയായും, അതായത് നമ്മുടെ ഫാഷൻ ലോകത്ത് പല വ്യത്യാസങ്ങളും ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം ഉൾക്കൊള്ളുന്ന വ്യത്യാസങ്ങളാണ് ഇന്ന് വരുന്നത്. അതായത് നമ്മുടെ സ്റ്റോക്ക് ഡിസൈനിങ്ങിനൊക്കെ തന്നെ ഇന്ന് AI ആണ് യൂസ് ആകുന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ ഡിസൈനിങ്ങിനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഫോർ ഫ്രണ്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന പുതിയ പരീക്ഷണമാണ് ഞങ്ങൾ ഈശയെ കൊണ്ട് ചെയ്യുന്നത്. ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് മനസ്സിലാക്കി കൊടുക്കാനും ഈശയ്ക്ക് നാളെ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഈ പെൺകുട്ടിയുടെ മുഖം ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തതോ അത് കണ്ട് കൺഫേം ചെയ്തതൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഓരോ കണ്ണങ്ങനെ മൂക്കങ്ങനെ ഇത് മതിയോ അത് മതിയോ, ഷേപ്പ് ഇങ്ങനെ മതിയോ, അങ്ങനെ മുഖം ഷേപ്പ് ചെയ്യുന്നതിനും. സോ ഇറ്റ് ഹാസ് ടു ബി എൻ ഇന്ത്യൻ ലുക്കിംഗ് ഫേസ്, ദ സ്കിൻ ഹാസ് ടു ബി ഇന്ത്യൻ ലുക്കിംഗ്, കണ്ണ് കുറച്ച് വർത്താനം പറയുന്ന പോലെ ഇരിക്കണം, ചുണ്ട് നല്ല ഭംഗിയുള്ളതായിരിക്കണം, ഷേപ്പ് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് പറ്റിയതുപോലെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എൻ ഇന്ത്യൻ ലുക്ക് വിച്ച് ദ വേൾഡ് ഓവർ വിൽ ലൈക്ക്. അങ്ങനെ പല ആംഗിളിൽ നിന്ന് നോക്കിയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. ബീന കണ്ണൻ എന്ന വ്യക്തിയുടെ യാത്ര തുടങ്ങുകയാണെങ്കിൽ അത് അച്ഛനിൽ നിന്ന് തുടങ്ങണം. അദ്ദേഹമാണ് ഒരു കെട്ടുറപ്പുള്ള അടിത്തറയിട്ട് ബീന എന്നുള്ള വ്യക്തിയെ വളർത്തി കൊണ്ടുവന്നതൊക്കെ. അച്ഛൻ ജീവിതത്തിൽ പകർന്നു തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഉപദേശം, ജീവിതത്തിലായാലും ബിസിനസ് രംഗത്തായാലും ഏറ്റവും വലിയൊരു ഉപദേശം എന്തായിരിക്കും? നമ്മളെക്കാളും കൂടുതൽ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ജോലി ചെയ്യുന്നത് സമൂഹത്തിലെ ഓരോരുത്തർക്കും വേണ്ടിയാണ്. അതിൽ പലരും ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. സോ അവർക്കൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോലും. സോ വി വർക്ക് ഫോർ ദ ഹോൾ സൊസൈറ്റി, വി വർക്ക് ഫോർ ദ കമ്മ്യൂണിറ്റി, വി വർക്ക് ഫോർ ദ ഗുഡ്നെസ് ഓഫ് വെയറെവർ വി എക്സിസ്റ്റ്. വി ഹാവ് ടു സീ ടു ദെയർ വെൽ ബീയിങ് ദാൻ അവേഴ്സ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ നന്മയ്ക്ക് വേണം നമ്മൾ കൂടുതൽ മുഖ്യത്വം കൊടുക്കാൻ. അങ്ങനെ ഒരു സ്ഥലത്താണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആക്ഷനും ആക്ടിവിറ്റിയും ഒക്കെ സമൂഹത്തിനും അല്ല നമ്മുടെ താഴെയുള്ളവർക്കും ഒരു ഉദാഹരണമായിരിക്കണം. യു ഷുഡ് ബി ഡ്രസ്ഡ് ഡീസൻ്റ്ലി, അല്ലെങ്കിൽ യു ഷുഡ് ബിഹേവ് ഡീസൻ്റ്ലി. നമ്മൾ സമൂഹത്തിൽ നമ്മളൊരു ഡീസൻ്റായിട്ട് വേണം നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ. സമൂഹം പല രീതിയിലും മാറുന്നുണ്ട്, മറിയുന്നുണ്ട്. അക്കൂടെയൊക്കെ നമ്മൾ മറിയാതിരിക്കാൻ എന്നെ സഹായിച്ചതും ഈ ഒരു അടിത്തറയാണ്. പഴയ കാലത്തെ ചിന്താഗതിയല്ല ഇന്ന്. കുറേയൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ പോലും
പണ്ടൊക്കെ ഒരു ജീൻസും ടോപ്പും ഇടണമെങ്കിൽ സിംഗപ്പൂർ വരെ ടിക്കറ്റ് എടുത്ത് പോയാലേ ഞങ്ങളെ പോലെയുള്ളവർക്ക് അന്ന് പാൻസും ഷർട്ടും ഒക്കെ ഇടാൻ പോലും പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഷോർട്സ് വരെ ഇട്ടുകൊണ്ട് MG റോഡിൽ കൂടി നടക്കാൻ പറ്റും. സോ അപ്പോൾ ഒരു പെൺകുട്ടികളുടെ ആഗ്രഹമായിരുന്നു. കാലം വളരെയധികം മാറി, ഔട്ട്ലുക്ക് മാറി. എങ്കിലും ആ പഴയ ബേസ് ഉള്ളതുകൊണ്ട് ആ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ചെരിവോ തെന്നലോ ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ ദൈവം ഇവിടെ വരെ കൊണ്ടെത്തിച്ചു, സാധിച്ചു. 1980 കാലഘട്ടത്തിലാണ് ഷീമാട്ടിയിലേക്ക് ചുവടുവെച്ച് ആരംഭിക്കുന്നത്, ഒരു ബിസിനസ് ജീവിതം ആരംഭിക്കുന്നത്. ആ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുപാട് പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്താണ് പിന്നീട് ഈ കാലത്തിലേക്ക് എത്തുന്നത്. അപ്പം മാം ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ബീന എന്ന വ്യക്തി ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് കാര്യം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ആ ശക്തി ആർജിച്ചെടുത്തതെന്ന് മാം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ആ ശക്തി ഉള്ളിലേക്ക് ആ ടൈമിലൊക്കെ ഇങ്ങനെ ആർജിച്ചെടുത്ത് അതിനെ ഓവർകം ചെയ്ത് വരാനായിട്ടുള്ളൊരു ശക്തി കിട്ടിയത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒറ്റയ്ക്കാകുമെന്നുള്ള ബോധം നല്ലപോലെ വരുമ്പോൾ, അതായത് ഒരു അസുഖം നമ്മളെ വന്ന് ബാധിച്ചിരിക്കുന്നു, എൻ്റെ ഹസ്ബൻഡിന് അസുഖം ഉള്ളത് കൊണ്ടും അസുഖം ഒരിക്കലും മാറില്ല എന്നറിയാവുന്നത് കൊണ്ടും ഒരിക്കലും ചിലപ്പോൾ അതിനെ ജയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്നുള്ള പച്ച പരമാർത്ഥം പലപ്പോഴും മനസ്സിൽ വരുന്നത് കൊണ്ടും, അപ്പം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള സത്യമാണ് മുന്നിലുള്ളത്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ പോലെ നടുക്കടലിലാണിപ്പോൾ. നമുക്ക് താഴെ സ്റ്റാഫുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കൊറോണയുടെ കാലഘട്ടത്തിൽ പോലും എങ്ങനെ വേണം സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ എന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത പോലും ഞാനായിരിക്കാം. സോ എങ്ങനെ അവർ ഡീൽ ചെയ്യണം, ഞാൻ അവർക്കുള്ള ആവശ്യങ്ങൾ കൊറോണയുടെ ടൈമിൽ പോലും ചെക്ക് എഴുതി റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ പിന്നെ അച്ഛൻ മരിച്ചുകൊണ്ട് എനിക്കത് ഐ ഹാഡ് ടു കോൾ ഇറ്റ് ബാക്ക്. ബിക്കോസ് അവർക്കുള്ള ESI PF ഞാൻ അന്നേ കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ അവരെ പിരിച്ചു വിട്ടു എന്നുള്ളതാവും. സോ അതുകൊണ്ട് ഇനിയിപ്പോൾ അച്ഛൻ്റെ മരണത്തോടു കൂടി അങ്ങനെ ഒന്നും വരരുതെന്ന് വിചാരിച്ച് ഞാൻ പിൻവാങ്ങായിരുന്നു. അവർക്കുള്ള പൈസ അവരിൽ പോയി ചേരണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആരെയും പിരിച്ചു വിടാനോ ആരെയും ഇറങ്ങിപ്പോവാനോ പറയാനുള്ള ആഗ്രഹം നമുക്കുണ്ടായിരുന്നില്ല. അന്നേരത്തേക്കുള്ള ആ സമയത്തേക്കുള്ള നമ്മുടെ പരാധീനതകൾ അത് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ശമ്പളം കൊടുത്ത് നിർത്താൻ പറ്റില്ലല്ലോ ഡ്യൂറിങ് കൊറോണ. അപ്പോൾ അത് ESI PF ബാധ്യതകൾ ഉൾപ്പെടെ നമ്മൾക്ക് കൊണ്ടുവന്ന് ചേർക്കുന്നതാണ്. അതൊരു വലിയൊരു ബാധ്യതയാണത് പേയ്മെൻറ്റിന്. അപ്പോൾ ഇത് എൻ്റെ ഭർത്താവിന് അസുഖമാണ് എന്ന് നമുക്കറിയാവുന്ന കൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ 3 പിള്ളേർ കയ്യിലുണ്ട്. അപ്പോൾ പണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ ഭർത്താവ് മരിച്ചാൽ തന്നെ വീട്ടിൽ ഇരുന്നാൽ മതി, ഒറ്റയ്ക്കെങ്ങും വിടില്ല, അങ്ങനെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ. അല്ലെങ്കിൽ തന്നെ ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ എന്നെ യാത്ര ചെയ്യാനൊന്നും അന്ന് വിടില്ല. അപ്പോൾ അതൊക്കെ പതിയെ മനസ്സിലെടുത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. കരച്ചിലെന്ന് പറഞ്ഞാൽ വലിയ ഉരുളിക്കണക്കിന് ഞാൻ 10-13 വർഷം കരഞ്ഞു കാണും രാവും പകലും. അവസാനം അച്ഛൻ ചോദിച്ചു, നീ ഒന്ന് കരച്ചിൽ നിർത്താമോ എന്ന്. ബിക്കോസ് അതുപോലെ കരച്ചിലാണ്. ഇതെങ്ങനെ ഒരു ഭർത്താവിനെ വിട്ടിട്ട് ഒരു ജീവിതം നമുക്കറിയില്ല. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഭർത്താവ് ഇല്ലെങ്കിൽ നമുക്കൊരു കല്യാണത്തിന് പോകാനൊക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ പോകാനൊക്കത്തില്ല. അങ്ങനെയാണ് പണ്ടത്തെ സമൂഹവും. അപ്പോൾ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ വഴി കണ്ടുപിടിക്കണം എന്നുള്ള ഒരു രീതിയിൽ കരഞ്ഞ് അവസാനം മനസ്സിലായി ഏതായാലും നീ ഒറ്റയ്ക്കാണ്. സോ എങ്ങനെ നീ അഭിമുഖീകരിക്കാൻ പോകുന്നു, എന്ത് നീ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഓരോന്നിലും നമ്മുടെ ധൈര്യവും ശക്തിയും ഒക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് പഠിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. ബിക്കോസ് ഓൾറെഡി യു ആർ ഇൻ എ ലേണിംഗ് പ്രോസസ്സ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് സിൻസിയറായിട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം പഠിത്തം വേറെ ആവശ്യമില്ല. സോ മനസ്സിനെ മാത്രം ധൈര്യപ്പെടുത്തി ഒരു പോയിന്റിൽ കൊണ്ടുവരേണ്ടതായിട്ട് വന്നിരുന്നു. ആ ഊർജം അകത്തുനിന്ന് തന്നെയാണ് വരേണ്ടത്, പുറത്തുനിന്നല്ല. ബീന കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര സോഫ്റ്റായിട്ട് ആളുകളോട് ഭയങ്കര കൈൻഡായിട്ടുള്ള ഒരു ആളാണെന്നറിയാം. അപ്പം ഈ ബിസിനസ്സും അതുപോലെ ഈ വ്യക്തി ബന്ധങ്ങളും ഒക്കെ ഈ ഒരേ തുലാസിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ആ ടെക്നിക്ക് എങ്ങനെയാണ്? ബിസിനസ്സിൽ നമ്മളെപ്പോഴും വേറൊരു മുഖമാണ്. ബിക്കോസ് കച്ചവടക്കാരെടുത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇത്ര പ്രായമായി എങ്കിൽ പോലും എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന പിള്ളേർക്ക് 10, 21, 24, 27 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ പോലും പഴയ ബിസിനസ് തന്ത്രങ്ങളൊക്കെ ഇപ്പോഴും പറയും. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഈ ഐറ്റം ഞാൻ ഇത്രയും പാക്ക് ചെയ്ത് വിട്ടു, അത് ഷോർട്ടേജ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കൂടുതൽ വാങ്ങിക്കാനുള്ള ഒരു
ആഗ്രഹം നമ്മൾ വരുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അത് നമ്മളോട് നേരെ ഇവർ അതങ്ങനെ എത്ര അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആലോചിക്കും, ഇവർ വാചകം അടിച്ചിട്ടുണ്ട്, അത് മുഴുവനും വാചകമാണ് എന്ന് നമുക്ക് പതിയെ പതിയെ മനസ്സിലാവും. എൻ്റെ കൂടെ ടീംമേറ്റ്സും കാണും. അപ്പോൾ അവരെങ്ങനെ മനസ്സിലാക്കും എന്നുള്ള വേറെ രീതി, ഞാൻ മനസ്സിലാക്കുന്ന വേറെ രീതി. എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അവരെയും കൂടി മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഇങ്ങനെയുള്ള ഫ്രണ്ടിലുള്ള ഒരു ബിസിനസ്സുകാരൻ, ഞാൻ കൂടുതലും ബിസിനസ്സുകാരുടെ കൂടെ ആയിരിക്കും എൻ്റെ ഡയലോഗ്സും എൻ്റെ ജീവിതവും. അപ്പോൾ ഇവർ പല രീതിയിലാണ് ഓരോന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സൈക്കോളജി, ഓരോരുത്തർ എന്തിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് എന്ന് എനിക്ക് പറ്റും. അല്ല നമ്മുടെ കൂടെ വേറെ ഉള്ള നാട്ടുകാരെങ്ങനെ, വേറെ കച്ചവടക്കാരെങ്ങനെ വിചാരിക്കുന്നു, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആരും പറഞ്ഞു തരുമോ കാണിക്കുകയോ ഒന്നും വേണ്ട. സോ അത് പണ്ടത്തെ പോലെ ഇപ്പം ടെൻഷനൊന്നും എടുക്കാണ്ട് സുഖമായിട്ട് മനസ്സിലാവും. സോ ടേക്ക് ഇറ്റ് ഈസി. അത് ആ രീതിയിൽ അതന്നെ ഞാൻ കൊണ്ടുപോകും. സോ അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതുകൊണ്ടും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാവുന്നതുകൊണ്ടും. ഇപ്പോൾ സപ്പോസ് ഷെറി ഇന്ന് രാവിലെ വന്നിരുന്നു എൻ്റെ അടുത്ത് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് വലുതാക്കി 4 വർത്താനം പറയും എന്നെനിക്കറിയാമെങ്കിൽ, അത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ അതിനെ ഡീൽ ചെയ്യുന്ന ഒരു രീതി ഡീൽ ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്കറിയാം ഏത് തെറ്റ് ഏത് ശരി, എങ്ങനെ വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യണം നമുക്കറിയാം. ഞാൻ മിണ്ടാതെ എൻ്റെ രീതി പറഞ്ഞിട്ടോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ശരി വളരെ നല്ലത് നന്മ എന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ എനിക്കറിയാം ഉള്ളിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. വ്യക്തിബന്ധങ്ങൾ, അപ്പോൾ ഇവിടെ ബിസിനസ്സിൽ നമുക്ക് ടെൻഷനും ഒക്കെ വരുമ്പോൾ വ്യക്തിബന്ധങ്ങളിലേക്ക് വരെ ചിലപ്പോൾ അത് പകർച്ച വരും. അതിൻ്റെ നല്ല ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും എൻ്റെ ട്രെയിനർ വന്നിരിക്കുന്നത്, ബീന വൈ ആർ യു ടെൻസ് ലൈക്ക് ദിസ് പറഞ്ഞു. ശരി, ബിക്കോസ് ഇവിടെ കുറുമ്പ് ചെയ്ത 4 സ്റ്റാഫിനെ ആയിരിക്കും പിടിച്ചിരിക്കുന്നത്. 4 പെണ്ണുങ്ങളുടെ മേത്ത് തോണ്ടുക, കസ്റ്റമേഴ്സിനെ തോണ്ടുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ മുന്നിൽ വന്നാൽ നല്ലത് ഞാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഡീലിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പം ഹലോ ഹൗ ആർ യു മൂഡായിരിക്കില്ല. സോ അതിലേക്ക് വരുമ്പോൾ ഇന്ന് അവർക്ക് മനസ്സിലാവും. ജോലിയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു എന്ന് ഒക്കെ. റൈറ്റ്. അപ്പോൾ കച്ചവടക്കാരൻ പറയും, നാട്ടുകാർ ബീന എന്താ അത് ചെയ്യാത്ത ഇത് ചെയ്യാത്ത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ദാറ്റ്സ് ഇറ്റ്. വീട്ടമ്മയിൽ നിന്ന് കരുത്തുറ്റ ഒരു സംരംഭകയിലേക്ക് എത്തണമെങ്കിൽ അതിന് ബീന കണ്ണൻ എന്ന വ്യക്തിക്ക് സമൂഹം, അതായത് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും അവിടം വരെ നമ്മൾ എത്തി നിൽക്കുന്നത്. ജനങ്ങളോടുള്ള ആ ഒരു വിശ്വാസത്തിനെ കുറിച്ചൊന്ന് പറയുമോ? അത് മാത്രം കൊണ്ടാണ് ഇവിടം വരെ വന്നിരിക്കുന്നത്. എൻ്റെ അച്ഛനായിട്ടോ അപ്പൂപ്പനായിട്ടോ ഒക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് പലതും, പണ്ട് പള്ളിയിലെ പെരുന്നാളാണെങ്കിലും അമ്പലത്തിലെ ഉത്സവമാണെങ്കിലും മുസ്ലിംസ് മോസ്കിലെ കാര്യങ്ങളാണെങ്കിലും അന്ന് എല്ലാത്തിനും എൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ കൂട്ടുനിന്നിരുന്നു. അപ്പോൾ സമൂഹത്തിനോടെ കൂടെ ആയിരുന്നു എപ്പോഴും ചീമാട്ടി എക്കാലവും. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നതും പഠിച്ചതും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം സമൂഹത്തിന് നമ്മളോടുള്ളൊരു ഇഷ്ടമേ വരുവുള്ളൂ. എൻ്റെ അച്ഛനപ്പൂപ്പന്മാരുടെ നിന്നൊക്കെ വാങ്ങിച്ച ഇഷ്ടമൊക്കെ ആയിരിക്കും എന്നിനേക്ക് ആയിരിക്കും അവർ ചൊരിഞ്ഞു തരിക. അപ്പം അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതിയാവും നമ്മൾ. അവരിപ്പോൾ എനിക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിൽ അവരെനിക്ക് കുറച്ച് മാപ്പൊക്കെ തരും, പോട്ടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള മാപ്പും കുറച്ച് വിട്ടുവീഴ്ചയും ഒക്കെ കാണും നമുക്ക്. സോ അതൊക്കെ അങ്ങ് സ്വീകരിച്ച് സമൂഹം നമ്മളെ നല്ലപോലെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഇന്നും ഈ ഓഫീസിൽ ഷെറിന് വരാൻ സാധിച്ചത്. സമൂഹത്തിൻ്റെ അംഗീകാരം ഇന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം. പരമ്പരാഗതമായിട്ടുള്ള നെയ്ത്തിനോടും പട്ടുസാരിയോടുള്ള ഒരു പ്രണയമുണ്ടല്ലോ. പണ്ട് വായിച്ചിട്ടുണ്ട് മുൻപ്, ചെറിയ വിളക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ ഇരുന്ന് നെയ്ത്ത് മേശയിലിരുന്ന് ഡിസൈനൊക്കെ വരച്ചതിനെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ആ ഒരു ഇഷ്ടം അത് ഭയങ്കര ഒരു രസമുള്ളൊരു ഒരു ടോപ്പിക്കാണല്ലോ. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? സാരിയാണ് മലയാളിയുടെയും സൗത്ത് ഇന്ത്യക്കാരുടെയും കല്യാണ വസ്ത്രം എന്നുള്ളത് കൊണ്ടും, അതാണ് അവരുടെ ഏറ്റവും പവിത്രമായ വസ്ത്രം എന്നുള്ളത് കൊണ്ടും, അതാണ് അവരെ ഏറ്റവും സെക്സി ആയിട്ട് കാണിക്കുന്ന ഒരു വസ്ത്രം എന്നുള്ളത് കൊണ്ടും പണ്ട് തൊട്ട് തന്നെ സാരിയോടുള്ള പ്രേമം കൂടുതലായിരുന്നു. അപ്പോൾ പണ്ട് സാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇപ്പോഴും സാരി കല്യാണത്തിന് എന്നുള്ളൊരു ഓപ്ഷൻ ഒന്നും മാറിയിട്ടില്ല. സാരി ഏറ്റവും സെക്സി ഗാർമെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷനും മാറിയിട്ടില്ല. അപ്പോൾ
കൂടുതൽ കൂടുതൽ നല്ല വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും കേരളത്തിൻ്റെ ടേസ്റ്റ് എപ്പോഴുമേ വേറെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒരു രീതിയിൽ എൻ്റെ പ്രൊഡക്ഷൻ ഓടിച്ചുകൊണ്ട് പോയാലേ എനിക്കിവിടെ അതിൻ്റെ റിസൾട്ട്സ് വരുള്ളൂ. സാധനം ഇവിടെ വേണമെങ്കിൽ ഞാൻ പ്രൊഡക്ഷൻ എനിക്കൊരു കൺട്രോൾ കാണണം. ജരിയുടെ കളറ്, ജരിയുടെ തിളക്കം, ആ ബോർഡറിലുള്ള ചിലപ്പം ഡിസൈൻസ്. നിങ്ങൾക്ക് ആനയും കൊച്ചു കൊച്ചു ആന, പീക്കോക്ക്, യാളി ഒക്കെ ബോർഡറിൽ വന്നാൽ മലയാളികൾക്ക് അന്ന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ ബോർഡറിനെ മാറ്റി പ്ലെയിൻ ആക്കണം. തിളങ്ങുന്ന ജരി ഞങ്ങൾക്ക് വേണ്ട. ഉടലിൽ ജാലുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട. ബുട്ട് ലൈക്ക് ചെറിയ ഡിസൈൻസ് മതി. ചെറിയ ഡിസൈൻസ് ഇനി വേണ്ട. അതിൽ നിന്ന് ഞങ്ങൾക്ക് ബനാറസ് ഡിസൈൻ വേണം. ഇങ്ങനെ പലതിലേക്കും മലയാളികൾ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ പോകാനും അതുപോലെ തന്നെ ലൂം പുറകിൽ കൺട്രോൾ ചെയ്യാനും പറ്റണം. ലൂമിലേക്കുള്ള കൺട്രോൾ ഇസ് വെരി ഡിഫിക്കൾട്ട്. അത് ചുമ്മാ ഒന്നൊന്നര കളി കൊണ്ടൊന്നും പറ്റില്ല. കാലത്തിന് സമയത്തിനും അനുസരിച്ച് ഗ്രാമങ്ങൾ മാറും, നഗരങ്ങൾ മാറും, ടെക്നോളജി മാറും, ടെക്നിക്ക് മാറും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വിലയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം. അതാണ് ഞങ്ങളുടെ പ്രൈമറി. സോ അതങ്ങനെ ദൈവാനുഗ്രഹം കുറച്ചധികം. ബാക്കി നമ്മൾ തന്നെ പഠിച്ചു പോകും തന്നെത്താനെ. നമ്മൾ ഒരു സമയത്ത് തുടങ്ങിയ പോലെ അല്ല ഇന്ന് ഇൻഡസ്ട്രി. വളരെ വ്യത്യാസം വന്നു കഴിഞ്ഞു. വലിയ വ്യത്യാസം 20 years. ഇന്ന് പോച്ചപ്പള്ളി ഞാൻ ഉടുത്തിരിക്കുന്ന സാരി ഇന്ന് ആ ഗ്രാമം തന്നെ അവിടെ പോയി കാണാനില്ല എന്ന് ഞാൻ പറയും. ഇവിടുന്ന് ആരും പോവാറില്ല. അത് ഹൈദരാബാദിലേക്ക് വന്നു കഴിഞ്ഞു. വലുതായിട്ടൊന്നും ഇല്ല താനും. സോ ഇങ്ങനെ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. പോച്ചപ്പള്ളി സാരി അന്ന് 1000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എല്ലാ മാസവും വണ്ടി ഓടിച്ച് അവിടെ പോയി 10,000-5000 സാരി വാങ്ങിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. അപ്പോൾ അവിടെ ഡിസൈൻസ് പറഞ്ഞു കൊടുക്കാനും, കളേഴ്സ് ഇത് വേണ്ട, ഇത് കൽക്കട്ടയിലെ ഡിസൈൻസ് ആണ്, ഇത്രയും വലിയ ബോർഡർ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ഉള്ള വ്യത്യാസങ്ങളും, നമുക്ക് വേണ്ടി ചെറിയ ബോർഡർ, ഓഫ് വൈറ്റ് ബോർഡർ വേണം എന്നൊക്കെ പറയാനും ഒക്കെ നമ്മൾ വേണമായിരുന്നു. ഇപ്പം അങ്ങനെ ആവശ്യമൊന്നുമില്ല. യു വിൽ ഗെറ്റ് എനിത്തിങ് അണ്ടർ ദ സൺ അറ്റ് എനി പ്രൈസ്. ഇനി ഞാൻ പറയേണ്ടത്, ഓൺലൈനിൽ നിങ്ങൾ ഈ സാധനം പോയി തപ്പുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതിൽ 800 രൂപ, 1000 രൂപ, 2000 രൂപ നിട്ട് കാണും. പക്ഷെ അതും കൊണ്ട് ഇവിടെ വന്നാൽ അതിലെ ക്വാളിറ്റി വളരെ മോശമായിരിക്കാം. അതിൽ യാതൊരു കൺട്രോളും ഇല്ല. ഇവിടെ വരുമ്പോൾ സാറ്റിൻ പോലെ ഇരുന്നൊന്ന് വരാം. സോ ഇത് എല്ലാത്തിൻ്റെയും ആർട്ടുണ്ട്. സോ ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ വലിയ പാടാണ്. ഇപ്പം റെഡിമെയ്ഡ് തന്നെയാണെങ്കിലും തുണിയുടെ അളവോ ഫിറ്റിങ്ങോ നിങ്ങൾക്ക് അറിഞ്ഞൊന്നും വരില്ല. ഇപ്പം നിങ്ങൾക്ക് മെഹന്തി ഡ്രസ്സ് വേണമെങ്കിൽ അതിൻ്റെ ഫ്ലെയർ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് വെറുതെ ഒരു പടം കാണിക്കും, പക്ഷേ ആ പടമായിരിക്കില്ല നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന സാധനം. സോ പിന്നെ തീയതി അടുത്തുള്ള കടയിൽ നിന്ന് പോയി ഓടിച്ച് വാങ്ങിക്കേണ്ടി വരും. സോ വന്ന് കണ്ട് തൊട്ട് നോക്കി വാങ്ങിയോ. ആൻഡ് ഇപ്പോൾ ഫാഷൻ ഡിസ്പോസിബിൾ ഫാഷൻ ആയിക്കൊണ്ട് വരികയാണ്. അതായത് 50 രൂപയുടെയും 100 രൂപയുടെയും സാധനം ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ, തൂക്കി വിൽപ്പന മതി എന്ന് പറഞ്ഞാൽ, അതിലൊക്കെ എന്തൊക്കെയോ കുറേ സ്വെറ്റർ പോലെ, കുറേ ട്രാൻസ്പെറൻറ്റ് ഷിഫോൺ പോലെ, അങ്ങനത്തെയൊക്കെയുള്ള തുണികളും ടോപ്പുകളും ഒക്കെയാണ് നിങ്ങൾ എടുക്കുന്നത്. പച്ച കളറിലുള്ള പാൻറ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അത് എന്ത് വിലയാണെങ്കിലും നിങ്ങൾ എടുത്തിട്ടോളും എന്നുള്ള രീതിക്കാണ് പോകുന്നത്. അതല്ല, ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ വരികയാണെങ്കിൽ ക്വാളിറ്റി ഉള്ള തുണിയാണ്. അത് വാഷൊക്കെ സ്റ്റാൻഡ് ചെയ്യും. 10, 20, 30, 50 വാഷ് സ്റ്റാൻഡ് ചെയ്തെന്ന് വരാം. സോ ക്വാളിറ്റി എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ കുറച്ച് നല്ല ക്വാളിറ്റിക്ക് ഞങ്ങൾ മാർക്ക് കൊടുക്കാറുള്ളൂ നാളിതുവരെ. സോ ക്വാളിറ്റി ഓൾസോ മാറ്റേഴ്സ് അലോങ് വിത്ത് ദ റേറ്റ്. പ്ലീസ് ബെയർ ഇറ്റ് ഇൻ മൈൻഡ്. ഈ ജീൻസ് ഒക്കെ ധരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സാരീനെ വാല്യൂ പോവാതെ ഇത്രയും കാര്യമായിട്ട് മാർക്കറ്റ് അറിഞ്ഞിട്ട് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? മാർക്കറ്റ് അറിയുക എന്നുള്ളത് തന്നെ ഉത്തരം. സോ എന്താണ് ഇപ്പം എനിക്ക് വേണ്ടി എനിക്കിഷ്ടമുള്ള ഫാഷൻ ക്ലൈൻറ്റിനോട് പറഞ്ഞ കാലമൊക്കെ പണ്ടേ പോയി. അത് എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ പറയാൻ ശ്രമിച്ചു കാണും, അറിവില്ലായ്മ കൊണ്ട്. പക്ഷെ നമ്മൾ കാലം മുന്നോട്ട് പോകുന്നതോറും നമുക്ക് കുറച്ച് അറിവ് വെക്കും. കസ്റ്റമറിന് എന്ത് വേണോ അത് ചെയ്തു കൊടുക്കുക. കസ്റ്റമർ പറയുന്നത് ശരി, അത് ചെയ്തു കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ വേദം. ഇപ്പോൾ ഒരാളെ കണ്ടു കഴിയുമ്പോൾ തന്നെ മാമിന് അറിയാമല്ലേ ആൾക്ക് ഏത് കാറ്റഗറിയിലുള്ള ഡ്രസ്സൊക്കെ വേണം അങ്ങനെയൊക്കെ? ഇപ്പോൾ തന്നെ ഇവിടെ ഇരുത്തിരിയാൻ റോഡിൽ നിന്ന് എൻ്റെ കസ്റ്റമറിനെ വിളിച്ചകത്ത് കയറ്റിയിട്ട് വന്നപ്പോൾ അവരെൻ്റെ കസിൻസാ ഫ്രണ്ട്സാണെന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ വന്നു. കസിൻ കുട്ടിയാ ഫ്രം ഹരിപ്പാട്. സോ കസ്റ്റമറിനെ എവിടെ വെച്ച് കണ്ടാലും എനിക്കറിയാം എന്താ അവർക്ക് വേണ്ടിയത്, അവരെന്ത് മിസ് ചെയ്യുന്നു, അവർക്ക് എത്ര എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. കട്ടുമെട്ടും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. മലയാളികളുടെ എല്ലാം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒക്കെ വാർഡ്രോബിൽ ശീമാട്ടിയിലെ ഒരു സാരി
എന്തായാലും ഉണ്ടാവും. കല്യാണം വന്നാലും ഒക്കെ നമ്മൾ ആദ്യം വിചാരിക്കുക ഷീമാട്ടി പോകണം എന്ന് തന്നെയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വരുന്നവരും ഒക്കെ മാമിനടുത്ത് വന്ന് അവരുടെ അനുഭവങ്ങളൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. തേർഡ് ജനറേഷൻ ഒക്കെ ഉള്ള ബയേഴ്സ്, അവരെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് വന്ന് സാരി എടുത്തിട്ട് പോയിട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേര് നമ്മുടെ അവിടെ വരാറുണ്ട്. അവർ ആ അനുഭവങ്ങൾ പറഞ്ഞ് തന്നെ ഇവിടെ വരാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആവശ്യമായ രീതിയിലുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ ഇറ്റ്സ് എ മിക്സ് ആൻഡ് മാച്ച്. ഈവൻ ടീനേജേഴ്സ് വിൽ ലൈക്ക് അസ് ഇൻ വൺ വേ. അപ്പോൾ ഈ പഴയതൊക്കെ പറഞ്ഞ് വരുമ്പോൾ പഴയത് ഉടുത്തിട്ട് വന്ന ടീച്ചേഴ്സ്, ഇനി എത്രയോ കൊല്ലം മുമ്പ് ഇവിടെ എടുത്തിട്ട് പോയത്, അങ്ങനെ വന്ന് പടങ്ങളും ഷെയർ ചെയ്യുന്നവരും അല്ല അങ്ങനെ വന്ന് എഴുതി തന്നിട്ട് പോകുന്നവരും 1000-ൽ പരം ആളുകളെ എനിക്ക് തന്നെ നേരെ അറിയാം. ഒരുപാട് രാജ്യങ്ങളിലൊക്കെ ബിസിനസ് സംബന്ധമായിട്ടും അല്ലാതെയും ഒക്കെ യാത്ര ചെയ്യും. എല്ലാം തന്നെ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. ഈ അടുത്തിടെ ഈജിപ്തിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള യാത്രകളിൽ ഡ്രസ്സുകളല്ലാണ്ട് അല്ലാതെ ബിസിനസ് പരമല്ല ആയിട്ടും അതല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യുമല്ലോ, എല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെ. അത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മാം ഇങ്ങനെ നോക്കുക? ആളുകളുടെ ഡ്രസ്സ്, അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും അതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്തെടുക്കുന്നത്? ഞാൻ ഈജിപ്ത് എന്നുള്ള പറയാം. ബട്ട് ഇപ്പം ലോകം മുഴുവനും ഒന്നായിട്ട് കാണുന്നു എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. മിക്കവാറും 99.9%ഉം ഇന്നിവിടെയോ ലൈക്ക് ഒരു യൂറോപ്യൻ കൺട്രിയോ നോർത്ത് ഇന്ത്യയോ എവിടെ പോയാലും നിങ്ങളുടെ കട്ടും വെട്ടും ലുക്കും ഒക്കെ തന്നെ ഒരുപോലെയാണ്. ഞാൻ US പോയിട്ട് കുറച്ച് നാളായി. പക്ഷെ മേ ബി ദേ ആർ ലിറ്റിൽ മോർ ഫാറ്റ്. അവിടുത്തെ കുട്ടികൾ കുറച്ചും കൂടെ വണ്ണമൊക്കെ കാണും, കുറച്ചും കൂടി സെക്സി ആയിട്ടൊക്കെ അവർ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കുമായിരിക്കാം, ടാറ്റു കുറെ കൂടുതൽ അടിക്കായിരിക്കാം. ബട്ട് മെയിൻലി ഡ്രസ്സിങ് സെൻസൊക്കെ ഏകദേശം ഒരുപോലെ. കുറച്ച് ഫ്രീക്കന്മാർ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊന്ന് കൂടുതൽ കണ്ടുവന്ന് വരാം. പിന്നെ നമ്മൾ ഇന്ത്യ വിട്ട് പുറത്ത് ഇപ്പോഴും ഇവിടെയും കാണാമല്ലോ, എല്ലാ സ്കിന്നും ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് സ്കിന്നോട്ട് ഇവിടെ കാണാം, ഈവൻ വൈറ്റ്സ് ഇവിടെയും കാണാം. അപ്പോൾ ഇപ്പോൾ ലണ്ടനിൽ പോയാൽ പോലും യു വിൽ സീ മോർ ഓഫ് ഇന്ത്യൻസ് ദേ ആൻഡ് ലിറ്റിൽ ബിറ്റ് ഏഷ്യൻസ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനൊക്കെ എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെ, ഡ്രസ്സിങ് സെൻസ് ഒരുപോലെ തന്നെ. പിന്നെ എന്താ വ്യത്യാസം? ഇറ്റ്സ് നൗ ദ വേൾഡ് ഇസ് വൺ എന്ന് ഞാൻ പറയാം ഇൻ ഫാഷനിൽ. എവിടെ വേണേലും ഏത് കൊണ്ടിട്ട് വേണേലും കിളിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഫാഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ. ഇനി ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈജിപ്തിൽ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് ഹുക്ഡ് ടു ഈജിപ്റ്റ്. ശരിക്കും ഹുക്കായി. എന്ന് വെച്ചാൽ ഈജിപ്തിൻ്റെ കൾച്ചർ നമ്മളെക്കാളും പഴയതാണോ പുതിയതാണോ, നമ്മളാണ് അതിലെ കൂടെ പഴയത്. പക്ഷെ അവരോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. സോ മിണ്ടാതിരിക്കും. സോ ഇത്ര പഴയ കൾച്ചർ പോലും ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ കൾച്ചർ എന്തോ ഒരു പഴയത്. അതിനേക്കാളും നമ്മൾ 5000-6000 വർഷമാണ് നമ്മൾ പറയില്ല, അവർ 2000-3000 പറയേ പോകത്തുള്ളൂ. സോ അവരുടെ കഥകളും ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചരിത്രവും ഒക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ അധികം എഫേർട്ട് എടുക്കാറില്ല. സോ അത്ര അധികം ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് നമുക്ക് പലതും നമ്മുടെ അടുത്തുണ്ട്. അജന്ത, എല്ലോറ ഇങ്ങനെ പോവുകയാണെങ്കിൽ പലതും നമ്മുടെ അടുത്തുണ്ട്. അപ്പം ഇതൊന്നും നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കാറില്ല. കടലിൻ്റെ അടിയിൽ വരെ സാമ്രാജ്യങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, ഇതൊക്കെ നമുക്കുണ്ട്. ഈ ചരിത്രവും ചരിത്രകാരന്മാരെയും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ 1000 ഹിസ്റ്റോറിക് മ്യൂസിയങ്ങളും 1000 ലൈബ്രറികളും നമുക്ക് തുടങ്ങാൻ പറ്റും. ഇതൊക്കെ തന്നെ അവധിയിലുള്ളത്. വലിയ ലൈബ്രറി, സൺലൈറ്റ് വീഴുന്ന വലിയ ലൈബ്രറിയിൽ കുട്ടികൾ വന്നിരുന്നുകൊണ്ട് പഠിക്കുന്നു. ഇതൊന്നും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റില്ല. അതാണ് ഈജിപ്തിൽ. സോ അവരുടെ ചരിത്രത്തിലേക്കൊക്കെ നമ്മളങ്ങ് ഹുക്കായി പോകും, അവരുടെ കഥകളും ഒക്കെ. സോ അങ്ങനെ ഒരു യുഗത്തിലേക്ക് നമ്മളെ വലിച്ചഴക്കപ്പെടും. ഈ മമ്മീസിനെയൊക്കെ നമ്മൾ നേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മമ്മീസിനെ വെച്ചാണ് ഇവർ $500 പെർ ഹെഡ് ഇവർ വാങ്ങിക്കുന്നത്. സോ എന്തൊക്കെ രീതിയിൽ അവർ വരുമാനം ഉണ്ടാക്കുന്നു. സോ അതൊരു സൈഡിൽ അവർ ഹിസ്റ്ററി, കൾച്ചർ, വേർഡ്സ് അത് നമ്മളങ്ങ് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അത്രയ്ക്ക് അവർക്ക് പറ്റുമെങ്കിൽ ഇതിനേക്കാളും 10 മടങ്ങ് ആഴത്തിലേക്ക് ഒരു മനുഷ്യ ഹൃദയത്തിനെ യാത്ര ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, ഇന്ത്യൻ ഹിസ്റ്ററിയെ കൊണ്ട് സാധിക്കും. സോ അത് നമ്മൾ യൂസ് ചെയ്യണം. ഫ്യൂച്ചർ ഷുഡ് ബിൽഡ് മ്യൂസിയംസ് ആൻഡ് ലൈബ്രറീസ് ആൻഡ് കൾച്ചറൽ സെൻറ്റേഴ്സ്, ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദം. അത് മീറ്റിംഗ് പോയിന്റ് ആവും. അത് ട്രാവലേഴ്സിന് ഒരു സ്ഥലമാകും സമ്മേളിക്കാൻ. സോ അങ്ങനെ കൂടുതൽ ആളുകളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും നമ്മൾ ശ്രമിക്കണം. ഈജിപ്ത് കൾച്ചർ ഇസ് അൺബിലീവബിളി ഗ്രേറ്റ്. അത് നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഓരോരുത്തരുടെ കഥയും കാര്യങ്ങളും, ഓരോരുത്തരെ എങ്ങനെ ഇവർ എത്രയോ കൊല്ലം ഭരിച്ചിട്ട് വേറെ വേറെ രാജ്ഞിമാർ വരുന്നു,
അവർ അവരെങ്ങനെ എങ്ങനെ കൊല്ലപ്പെട്ടു, അങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ ഇറ്റ്സ് റിയലി റിയലി ഗ്രേറ്റ്. ടൂട്ടുക്കുറാമൻ, ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി, ഇതൊക്കെ അവിടുന്ന് വരാ. വലിയൊരു ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയൊരു യാത്രയായിരിക്കും അല്ലേ അത്? യെസ്. ഈ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ റിലാക്സ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ടൈം കണ്ടെത്തുന്നത്? ഈ യാത്രയായാലും ഡാൻസ് ചെയ്യാനായാലും സിനിമ കാണാനായും സംഗീതമൊക്കെ ഇഷ്ടപ്പെടുന്ന ബീന കണ്ണനെ കുറിച്ചൊന്ന് പറയൂ. ബിസിനസ് ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴും ചിലപ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റിയെന്ന് വരാം, അത് യൂസ് ചെയ്യും. ബിക്കോസ് നമ്മൾ കൂടുതലും ബിസിനസ് ആവശ്യങ്ങൾക്കായിരിക്കും യാത്ര ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ശകലമൊക്കെ റിലാക്സ് ചെയ്യും. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ യാത്രയുടെ പകുതി മുക്കാൽ ആഗ്രഹം അവിടെ തന്നെ അങ്ങ് തീരും. പിന്നെ ലോകം ഇപ്പം എല്ലാം ഒന്നേ ഉള്ളൂ. ആരെവിടെ എന്തൊക്കെ പകുതി എന്തൊക്കെ ചെയ്താലും നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നത് മാത്രമേ റിപ്പീറ്റ് ചെയ്യാറുള്ളൂ. എല്ലാവരും ഡൈവ് ചെയ്യാൻ പോകുന്നതും ഡൈവ് ചെയ്യും, സ്ക്യൂബ ഡൈവ് ചെയ്യാൻ പോകുന്നു സ്ക്യൂബ ഡൈവിങ്ങിൽ പോകും, മുകളിൽ നിന്ന് ചാട ലൈക്ക് എയറോ ജമ്പ് ചെയ്യണവൻ അത് ചെയ്യും. അല്ലാതെ ഇലക്ട്രോണിക്സ് നോക്കണവൻ അങ്ങനെ നോക്കും. സോ എവറിബഡി വിൽ ബി റിപ്പീറ്റിംഗ് വാട്ട് എവർ ദേ ആർ ഡൂയിങ്. സോ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഇത് റെപ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ വാട്ട് വർ യു ആസ്കിങ്? മാം എങ്ങനെയാണ് ടൈം ഇസ് എൻ്റെ ജോലി തന്നെ എൻ്റെ ലിഷറാണ്. ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ് ആസ് എ ബേർഡൻ. ഐ എൻജോയ് ഇറ്റ് കമ്മിങ് ബാക്ക് ടു വർക്ക് ആഫ്റ്റർ ട്രാവൽ. ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമാണ്. സോ അങ്ങനെ ഇവിടെയും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ സിനിമയ്ക്കൊക്കെ ഒന്ന് പോയിന്ന് വരാം. ഈവനിങ് എൻ്റെ കൊച്ചു പിള്ളേർ വീട്ടിലുണ്ട്, കുട്ടിയുടെ കൂടെയൊക്കെ ഒന്ന് കളിച്ചു എന്ന് വരാം. സോ അങ്ങനെ ഇറ്റ്സ് മൈ ഡേയ്സ് ആർ ഫുൾ ആൻഡ് കംപ്ലീറ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ലക്ഷ്യ ടൈം എടുക്കാൻ പറ്റും. യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ടൈം. യു മാനേജ് ഇറ്റ് ദ വേ യു വോണ്ട്. ഇഫ് യു വോണ്ട് ടു കുക്ക് യു ക്യാൻ കുക്ക്, വിച്ച് ഐ ഡോണ്ട് ഡു മച്ച് ദീസ് ഡേയ്സ്. അല്ല, ഇഫ് യു വോണ്ട് ടു ഗോ ഫോർ എ മൂവി യു ക്യാൻ. ഇഫ് യു വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് എ ചൈൽഡ് യു ക്യാൻ. ഒരു പാട്ട് കേൾക്കണമെങ്കിലും കേൾക്കാം. എല്ലാത്തിനും സമയം ഈസി ആയിട്ട് കിട്ടും. നൃത്തവും യോഗയൊക്കെ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഭരതനാട്യം പഠിക്കുന്നുണ്ടായിരുന്നു? I'm doing like gym, like weightlifting and അങ്ങനെ മിനിമം എക്സസൈസ് ആൻഡ് ബോഡി ബിൽഡിങ്ങും അങ്ങനെ പോവാ. ഓക്കെ. ഇന്ത്യയിലെ പട്ടുസാരികളെ അവയുടെ പ്രത്യേകതകളെയൊക്കെ കുറിച്ചിട്ടൊരു ബുക്ക് എഴുതിയിരുന്നു. ഇനിയിപ്പം എന്നാണ് ഞങ്ങൾക്ക് മാഡത്തിൻ്റെ ലൈഫിനെ കുറിച്ചും അല്ലാതെയുള്ള കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചിട്ടൊരു ബുക്ക് വായിക്കാൻ പറ്റുക? അത് ലൈഫ് അങ്ങനെ എല്ലാം ഫുള്ളും പബ്ലിക്ക് പറയാൻ പറ്റിയതൊന്നും ആയിരിക്കില്ല. അങ്ങനെ പറയാനും ഒക്കില്ല. സോ പിന്നെ ലെറ്റ് us see. അത് വരുന്ന കാര്യം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ ബാക്കി. മാം പറഞ്ഞിട്ടുണ്ട്, കത്തുന്ന വിളക്കായിട്ടല്ല ഓടിച്ചാടി നടക്കുന്ന തീപ്പന്തമായിട്ടായിരിക്കണം സ്ത്രീകൾ ഉണ്ടാവുക എന്ന്. ആ ഒരു എനർജി ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കും കൂടെ ഒന്ന് പകർന്നു കൊടുക്കാനായിട്ട് എങ്ങനെയായിരിക്കണം നമ്മൾ സ്ത്രീകൾ ഉണ്ടാവേണ്ടത്? അവനവൻ്റെ ആരോഗ്യം നോക്കുക. ആദ്യം ബോഡിയുടെ ആരോഗ്യം നോക്കിയേ പറ്റൂ. മനസ്സ് നിൽക്കുന്നത് ബോഡിയിലാണ്. ബോഡി ഇല്ലാണ്ട് മനസ്സിന് തനിയെ നിൽക്കാനൊക്കില്ല. അതിന് ഇതൊരു ഫിസിക്കൽ വേൾഡാണ്. അപ്പം മനസ്സ് നന്നായിരിക്കണം, ബോഡി വേണം. ബോഡി ഇല്ലാണ്ട് നമുക്കിവിടെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റില്ല. ഒരു തീപ്പന്തമായിട്ട് ഓടി നടക്കണമെങ്കിൽ ബോഡി ആദ്യം വേണമല്ലോ. അല്ലാണ്ട് തീപ്പന്തം എണീറ്റിങ്ങനെ ഓടി നടന്ന പോലെ ബ്ലാക്ക് മാജിക് ആണെന്നേ പറയൂ. സോ മൈൻഡ് ഹാസ് ടു ബി ദെയർ സോ ദാറ്റ് ദ മൈൻഡ് വിൽ റെസ്റ്റ് ഇൻ ദ ബോഡി. ദ ബോഡി ഹാസ് ടു ബി ഹെൽത്തി. മനസ്സിന് ആരോഗ്യം വേണമെങ്കിൽ ബോഡിക്ക് ആരോഗ്യം വേണം, ഉണ്ടായാലേ പറ്റൂ. സോ ലുക്ക് ആഫ്റ്റർ യുവർ ഫിസിക് പ്രോപ്പർലി. നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല വിറ്റമിൻസ്, നല്ല റെസ്റ്റ് എടുക്കുക. സോ ഇത് മൈൻഡ് ക്ലിയർ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക. കീപ് മൂവിങ്. എന്തെങ്കിലും ചെയ്തൊന്ന് അനങ്ങിക്കൊണ്ടിരിക്കുക. അത് തൂക്കാം, തുടയ്ക്കാം, ടെന്നീസ് കളിക്കാം, സ്വിം ചെയ്യാം, സൈക്കിൾ ഓടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ കീപ് മൂവിങ്, സ്ലീപ്പ് വെൽ, എക്സസൈസ് ആൻഡ് ഹാവ് യുവർ ഫുഡ് പ്രോപ്പർലി. അപ്പോൾ ഇത് നല്ല ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഫുഡ്, നല്ല പ്രോട്ടീൻ ഫുഡും ഒക്കെ കഴിച്ച് നല്ലതായിട്ട് ഉറങ്ങി നന്നായിട്ട് എക്സസൈസ് ചെയ്ത് അല്ല നന്നായിട്ടൊക്കെ ഒന്ന് അനങ്ങി മനസ്സിനെ ആരോഗ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. ദേഹം നന്നായിരുന്നാൽ തന്നെ മനസ്സ് നന്നായിരിക്കും. നമ്മുടെ ദേഹത്ത് ഒരു തലവേദനയോ ഒരു വയറുവേദനയോ വന്നാൽ തന്നെ അന്നത്തെ മൂഡ് മുഴുവൻ പോയി. അപ്പോൾ പിന്നെ ജോലി മുഴുവൻ ഡിസ്റ്റർബ്ഡായി. അപ്പോൾ അങ്ങനെയാണ് ഒരു അനാരോഗ്യമായ ഒരു അവസ്ഥയാണ് അടുത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. സോ അതിനെ ആദ്യം തന്നെ അതിനെ ചെറുത്ത് നിർത്തുക. സോ കീപ് യുവർ ബോഡി ഹെൽത്തി സോ ദാറ്റ് യുവർ മൈൻഡ് വിൽ ബി ഹെൽത്തി സോ ദാറ്റ് യു ക്യാൻ ബി എ ഫയർ ബോൾ ഇൻ ദ ഹോൾ വേൾഡ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര വീക്കാണ്. മാനസികമായിട്ട് ഒരു ടെൻഷനും എടുക്കാൻ ആഗ്രഹിക്കാത്ത വളരെ വീക്കായിട്ടുള്ള ആളുകളാണ്. ആ ഒരു ഇത് അങ്ങനൊരു സംഗതി ഉള്ളപ്പോൾ തന്നെ മാമിനെ പോലെ ബിസിനസ്സൊക്കെ കൂടുതൽ
ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു വിഷമം വന്നാൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിനെ മാനേജ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? അല്ല, ഒന്നാമത് ഒരു ലക്ഷ്യം കാണണം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹം കാണണം. ഇപ്പോഴേ ഉള്ളവർ എല്ലാത്തിനും ഇപ്പൊ തന്നെ കുറിച്ച് മാത്രമല്ല പറയണത്, സമൂഹത്തിലെ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. ആർക്കും കൂടുതലൊന്നും ചെയ്യണ്ട, കൂടുതലൊന്നും വേണ്ട എന്നുള്ളൊരു ഭാവം. പക്ഷെ അവർ അച്ഛൻ്റെ അമ്മയുടെയോ ഒരു നല്ല വീട്ടിലും ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഒരു കുടിലോ ഒന്നും അല്ല. അത്യാവശ്യം ബസ്സിലേലും കയറി പോകും, അല്ലെങ്കിൽ ഒരു ടാക്സി പിടിച്ചോ ഒരു വണ്ടി വീട്ടിലൊരു കാറോ ഒക്കെ കാണുന്ന സൗകര്യമുള്ള പിള്ളേർ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ബേസിക് ആവശ്യത്തിനുള്ള സൗകര്യമൊക്കെ അവരിലുണ്ട്. അപ്പോൾ അതവർക്ക് മതി എന്നുള്ളൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. പണ്ടാണെങ്കിൽ വീട്ടിൽ സൈക്കിളേ ഉള്ളൂ, അപ്പോൾ എനിക്കൊരു വണ്ടി വാങ്ങിക്കണം അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ വണ്ടിയെങ്കിലും ഉണ്ട്. ഇനിയിപ്പം വലിയ വണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ വണ്ടി ആയാലും മതി എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ഈ മതി എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. യു വിൽ നോട്ട് ഗ്രോ. യുനോ, നമുക്ക് എപ്പോഴും ഒരു ഡ്രീം കാണണം. ആ ഡ്രീമിലേക്ക് എത്താനുള്ളൊരു ശ്രമം കാണണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകണം, മുന്നോട്ട് ചെയ്യണം, വേറെ കുറച്ച് ബെറ്ററായിട്ട് നമുക്ക് ചെയ്യണം ഉള്ളൊരു ആഗ്രഹം സ്വയം കാണണം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു എയിം നമ്മൾ സ്വയം ഒന്ന് വരച്ച് വെച്ചാൽ അതിലേക്ക് പോകാൻ നമുക്കൊരു ആഗ്രഹം വരും. അല്ലേ, എനിക്ക് കമ്പനിയുടെ CEO ആകണം എന്ന് താൻ വിചാരിക്കും. താൻ കുറച്ച് വായിക്കും, കുറച്ച് പരീക്ഷകൾ എഴുതും. അപ്പോൾ വേറൊരു കമ്പനിയിൽ എനിക്ക് സ്വയം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് താൻ അന്വേഷിക്കും. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനുള്ള ഒരു ബാക്കപ്പ് തനിക്ക് വരുന്നു. സോ അങ്ങനെ ആയിരിക്കും നമ്മൾ വളരുക. അപ്പോൾ ഒന്നും വളരാണ്ട് താൻ സീറ്റിലിരുന്ന് എനിക്കിത് മതി എന്ന് പറയുന്ന ഒരു സമൂഹമാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ബേസിക് വേണ്ടിയത് ഒരു നല്ല ആരോഗ്യമായുള്ള ശരീരവും ആരോഗ്യമായ മനസ്സും. അതുണ്ടെങ്കിൽ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റും. എപ്പോഴും ഈ യൂണിവേഴ്സും ഈ ഭൂമിയും ഒക്കെ പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ എവറി ഹ്യൂമൻ ബീങ് വാണ്ട്സ് ടു ഗ്രോ, ദേ വോണ്ട് ടു ഗ്രോ ബിഗ്. സോ ഇതൊക്കെ നാച്ചുറലാണ്. സോ നിങ്ങൾ സ്വയം നിങ്ങളുടെ ശരീരവും മനസ്സും ആരോഗ്യമായിട്ട് വെച്ചാൽ തന്നെ ബാക്കിയുള്ളത് നടക്കും. ഇത് 12 മണിക്ക് രാത്രി പിസ്സ ഡെലിവറി, ബർഗർ രാവിലെ 3 മണിക്ക്, ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ രാവിലെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതാണ് കാരണം. യുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, യുവർ തിങ്കിങ് ഹാബിറ്റ്സ്, യുവർ സ്ലഗിഷ്നെസ്, അതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഈ കാലത്തിനിടയിൽ ബിസിനസ് ജീവിതം പഠിപ്പിച്ചത് എന്താണ്? ഈ ബിസിനസ്സിൽ ഭാഗ്യം, വിധി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടോ? ഭാഗ്യം വിധി എന്നുള്ളത് കാണും. ബിസിനസ്സിൽ എന്നല്ല, കുറച്ചൊക്കെ ഭാഗ്യവും വിധിയും ഒക്കെ ഉണ്ട്. നമ്മൾ വിധിയുണ്ട്, പക്ഷെ അതെങ്ങനെ നമ്മൾ അവിടെ ഓടി എത്തുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ജനനവും മരണവും ഉണ്ട്. ഓക്കെ, മരണത്തിൽ എല്ലാവരും എത്തണമല്ലോ. ഓക്കെ, യു ആർ ഡെസ്റ്റൈൻഡ് നോട്ട് ടു ബി ഹിയർ, യു ആർ ഡെസ്റ്റൈൻഡ് നോട്ട് ടു ടേക്ക് എനിത്തിങ് വിത്ത് യു. നമ്മുടെ കൂടെ ഒന്നും കൊണ്ടുപോകാനും ഒക്കത്തില്ല, നമ്മളിവിടെ ഫുൾ ടൈം ഇവിടെ കാണാനും പറ്റില്ല. അത് നിശ്ചയമാണേ. ഇനി അവിടേക്ക് നമ്മൾ എങ്ങനെ ഓടി എത്തുന്നു എന്നുള്ളതാണ് തീരുമാനം. അല്ലേ, എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് ഞാനൊരു മൂലക്കറി ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തലേ തുണിയും കൂടി ഇട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഒന്നും പറ്റില്ല, ഞാനവിടെ കരഞ്ഞുകൊണ്ടിരിക്കും, ബാക്കി ലോകം പോയിക്കൊണ്ടിരിക്കും. അല്ലേ, അപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു വെളിച്ചവും നിറവും സന്തോഷവും ഉള്ള ഒരു ലോകം നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നു. അല്ലേ, സോ ഇതില് വിധി എന്നുള്ളതിലും ഒക്കെ നമ്മുടെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ട്. ചെറുതായിട്ടൊരു വിധിയുടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കോൺട്രിബ്യൂഷൻ നല്ല രീതിയിലുണ്ട്. യുനോ, നമ്മൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ സ്ട്രോങ് ആയിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ ഒന്നിനും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാം മാറി നിൽക്കും. നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നിശ്ചയങ്ങളും നമ്മുടെ വഴി ശരിക്കറിയാമെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങ് തെറിച്ചങ്ങ് പോവുകയുള്ളൂ, സ്വയം തെറിച്ചോളും. ആരൊക്കെ എന്തൊക്കെ മുൻവിധി എടുത്താലും അതൊന്നും ഏശില്ല നമ്മളെ. റൈറ്റ്, സോ നമ്മുടെ വഴിയുടെ പാത വെക്കുന്നത് നമ്മളായിരിക്കണം. നമ്മളായിരിക്കണം റോഡ് വെട്ടുന്നത്, വഴി നമ്മളായിരിക്കണം വെട്ടേണ്ടത്. എൻ്റെ ഒരു കസിനുണ്ട്, പുള്ളിക്കാരി ഒന്നും ചെയ്യുന്നില്ല, ഭർത്താവ് മരിച്ചതുപോലെ വീട്ടിൽ ഇരിപ്പുണ്ട്. സോ വാട്ട്, അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഡിഫറൻസ്. നമുക്ക് മെൻ്റൽ ഡിപ്രഷനാണ്, രാത്രി 12 മണിക്ക് പിസ്സയും കഴിച്ചിട്ട് രാവിലെ ഡിപ്രഷനാണെന്ന് പറഞ്ഞ് കണ്ണു തുറക്കാൻ വയ്യേ. 10 മണി 11 മണി വരെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സൈക്കിളും തെറ്റി ഡിപ്രഷനായി. അപ്പോൾ എല്ലാ നമ്മുടെ മെറ്റാബോളിസം തന്നെ തെറ്റി, സൈക്കിൾസ് എല്ലാം തെറ്റുന്നു. അപ്പോൾ പിന്നെ ഇതെല്ലാം പിടിക്കാൻ നിൽക്കണ്ടേ നേരെയാക്കാൻ?
അപ്പോൾ ആരാ തെറ്റിച്ചത്? നമ്മൾ തന്നെ. നമ്മൾ തന്നെ. ഷീമാട്ടിയുടെ അടുത്ത ചുവടുവെപ്പുകൾ എന്തൊക്കെയാണ്? ഇനി എന്താണ് വരാൻ പോകുന്നത്? ഇപ്പൊ AI വന്നു, ഇനി സാരിയിലൊക്കെ ആയാലും എന്തൊക്കെ പുതുമകളും എന്തൊക്കെ കാര്യങ്ങളുമാണ് വരാൻ പോകുന്നത്? നോക്കാം, നമുക്ക് യങ് എന്നുള്ളൊരു സംരംഭം ഞങ്ങൾ പാലായിൽ തിരൂർ തുടങ്ങി, കാലിക്കറ്റ് ഉണ്ട്, തിരൂർ തുടങ്ങി. ഇനി പാലായിൽ സെലസ്റ്റ് എന്ന് പറയുന്ന വൈറ്റ് വെഡ്ഡിങ് ഡിപ്പാർട്ട്മെൻറ്റും, അതിൽ ഗൗണ് തൊട്ട് സാരി തൊട്ട് ലെഹങ്ക തൊട്ട് വൈറ്റ് കംപ്ലീറ്റ് കളക്ഷൻസ് കാണും സെലസ്റ്റിൽ. അതും യങ് എന്ന് പറയുന്ന ടീനേജ് ഡിപ്പാർട്ട്മെൻറ്റും പാലായിൽ കൂടെ തുടങ്ങുന്നു. അതൊരു 4th ഔട്ട്ലെറ്റ് ആയിട്ടോ മറ്റോ അവിടെ തുടങ്ങുന്നുണ്ട്. എടപ്പാളിൽ വി ഹവ് ഓപ്പൺഡ് ഗ്രേറ്റ് ഇന്ത്യൻ സാരി വിച്ച് സെൽസ് ഓൺലി സാരി. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള പുതിയ സംരംഭങ്ങൾ. കാലിക്കറ്റിൽ ക്രാഫ്റ്റഡ് വന്നിട്ടുണ്ട്. അതൊരു ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻ സ്റ്റോർ ഇൻ മലബാർ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ കാലിക്കറ്റ് ക്രാഫ്റ്റഡ്. അവിടെ ആണിനും പെണ്ണിനും കുട്ടികൾക്കുമുള്ള എല്ലാ വസ്ത്രവിധാനങ്ങളും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ലൈക്ക് ഒരു ഫെസ്റ്റിവലിന് പോകണമെങ്കിൽ കാലിക്കറ്റ് ക്രാഫ്റ്റഡിൽ പോകാൻ പറ്റും. സോ കൊച്ചി, കോട്ടയം ആൻഡ് കാലിക്കറ്റ്. ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരുപാട് പേരുടെ ജീവിതത്തിലാണെങ്കിലും മാം ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ്. മാമിനോട് സംസാരിക്കാൻ പറ്റിയതിലും ഇങ്ങനൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് എ ലോട്ട് ഷെറിൻ. റിപ്പോർട്ടർ ചാനലിനും ഏവർക്കും എൻ്റെ അതിയായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു.